മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി കവിയാടാ ചുമ്മാ സടകുട്ടം ഉണർന്നാലപ്പട്ടം നിന്റെ കഥ കഴിയുമ്പോൾ കുലുകി 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 ചിരിക്കുക. ആഹാ അമ്മന്ന് പറയോ തള്ളു പറയല്? പിന്നെ മാവല്ല പിന്നെ മാവിന്റെ മോളത്തെ കൊമ്പില് കുട്ടമ്പിള്ളയാണ് ഇരുന്നിട്ട് പറഞ്ഞത്. പോയി കൊടുക്ക് കൊടുക്ക് എടുത്ത് കൊടുക്ക്. പാർക്കുട്ടിയുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കാൻ വേണ്ടിട്ടല്ലേ നമ്മളിപ്പോ റേഷൻ കാർഡ് അന്വേഷിക്കണം. അതിപ്പോ റേഷൻ കാർഡിന്റെ ആവശ്യമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് കേൾക്കാം. പിള്ളേര് പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ആരും കാണിക്കാൻ വേണ്ടി ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ കാലത്ത് മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ തേരാ പര അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി അടക്കേണ്ടി വരും. മക്കളെ മുമ്പ് നടന്നു പോലെ മക്കളെ മുമ്പ് നടന്നു പോലെ പറയാ പിള്ളേരുണ്ട്. അവസരം കണ്ടോലെ നിൽക്കും അവസരവാദികൾ. അപ്പുറത്ത് ആരെങ്കിലും നിക്കണ്ട. എന്താണ് അതെല്ലാം അപ്പുറത്ത് ആരെങ്കിലും നിക്കണ്ട. കുട്ടമ്പിള്ളാമാ വയ്ക്കോ നീല് വന്ന് കുടുംബത്തിന് ചീത്ത വിളിക്കില്ല, അത് ഉറപ്പാ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടേ പറ്റുള്ളൂ. അത് പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അത് മതി അപ്പൂപ്പ. പിന്നല്ലാതെ എങ്ങനെ എന്റെ തന്തയ്ക്ക് വിളിച്ചാ ഞാൻ നിന്റെ വിളിക്കും, അത് ഉറപ്പാണ്. ആ കൊച്ചൊരു ചായ ഇട്ടോട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടോളാൻ പറയാൻ എന്താ കുഴപ്പം ഇപ്പൊ? അത് ശരി. അപ്പൊ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീയാ തീരുമാനിക്കുന്നത്? പിന്നെ എന്റെ അടുക്കളയിലെ കാര്യങ്ങൾ ഞാനല്ലേ തീരുമാനിക്കണേ. അത് അമ്മയോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടാ? മതി വരച്ചത്.